ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ഒരു സാധനം എവിടെ കണ്ടാലും ഞങ്ങൾ കൈയോടെ അതങ്ങ് എടുക്കും. കൂടുതലായിട്ടും ഇതിവിടെ ലുലുവിലാണ് കേട്ടോ കാണാറുള്ളത്. കക്കർച്ചിനുള്ളിലായ വേസ്റ്റൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിലർ പറയുമ്പോൾ അത് വേസ്റ്റ് ആണ്, ചിലർ പറയും അത് വേസ്റ്റ് അല്ല നല്ലതാണ്. പക്ഷെ നമ്മളത് കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കാറുള്ളൂ, എന്നാലേ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ കക്കർച്ചി നേരെ ഒരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കുക്കറിലിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റൊരു വിസിൽ മതിട്ടാ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കലത്തിലിട്ടിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്താലും മതിട്ടാ. ഇപ്പൊ ഞാൻ ആ കുക്കറിലേക്ക് കക്കർച്ചി ഇട്ട് കൊടുത്ത്, പിന്നെ ഇത്തിരിക്കോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത്, ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ഇത് വെന്ത് തുടങ്ങുമ്പോൾ ഈ കക്കയിന്ന് വെള്ളം ഇറങ്ങും. അങ്ങനെ അത് നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒറ്റ ഒരു വിസിൽ മതിട്ടാ. മുഴുവനായിട്ട് വെന്ത് കിട്ടേണ്ട, ഒരു 1/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി സംഭവങ്ങൾ റെഡിയാക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അങ്ങനെ അതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. സവാളയും തക്കാളിയൊക്കെ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ വയ്ക്കുക. ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായൊരു രുചി വരുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇതൊരു റോസ്റ്റ് പരുവത്തിലല്ല, ഒരു ഫ്രൈ പരുവത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഒരുപാട് മസാലയിലല്ല കേട്ടോ കക്കർച്ചി ഉണ്ടാക്കിയെടുക്കുന്നത്. എപ്പോഴും മസാലനേക്കാൾ കൂടുതൽ കക്കർച്ചി മുന്നിൽ നിൽക്കുന്ന പരുവത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഏകദേശം വാടി വന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. ഈ സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ച കക്ക ഒരു വിസിൽ വന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി, കറിമസാലപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി കുറച്ച് മുന്നിൽ നിൽക്കുന്ന പരുവത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതൽ ഒഴിക്കരുത്, കാരണം കക്ക വെന്തിട്ടുള്ള ആ ഒരു വെള്ളം കൂടെ ഉണ്ടാവും. നമ്മളിത് വേവിക്കുന്ന സമയത്ത് ഒരു തരി പോലും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കക്കയിൽ നിന്ന് വെള്ളം ഇറങ്ങിയതാണ് കേട്ടോ അത്. ഇനി നമ്മൾ ഏകദേശം 1/4 ഭാഗത്തോളം വേവിച്ചെടുത്ത കക്ക നേരെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം വലിയിച്ച് ഒരു ഫ്രൈ പരുവത്തിലാക്കുന്നത് കൊണ്ടാണ് കക്ക 1/4 ഭാഗം വേവ് മതി എന്ന് പറഞ്ഞത്. ബാക്കി വേവ് ഈ മസാലയിൽ കിടന്നിങ്ങാട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പ് പോരാന്ന് തോന്നിയത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫ്രൈ പരുവത്തിലാവാനായിട്ട് കുറച്ചധികം സമയം പിടിക്കും. ഇത് നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കക്ക 1/4 ഭാഗം വേവിച്ചെടുത്തത്. ഇനി ഒരു റോസ്റ്റ് പരുവത്തിൽ വേണ്ടവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. പക്ഷെ കക്കർച്ചി എപ്പോഴും ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് വരുന്നത്. കുറെ മസാലയിൽ കുതിർന്ന് കിടക്കുന്നതിനേക്കാളും രുചിയാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് ആ മസാല ഒക്കെ വലിഞ്ഞ് ഏകദേശം ഫ്രൈ പരുവത്തിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കുക. ഇതിൽ പേര് നല്ല പാകത്തിനായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതാ കക്കയൊക്കെ നല്ല പാകത്തിന് വേവായി നല്ല ഫ്രൈ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കക്കർച്ചി ഈ രൂപത്തിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, കക്കർച്ചിയാണ് എടുത്ത് കാണിക്കുന്നത്. സവാളയും തക്കാളിയും ഒക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.